സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തലശ്ശേരിയിൽ തുടക്കമായി. പഠന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം OV ജാഫർ അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, തലശ്ശേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഖിലാബ് എന്നിവർ സംസാരിച്ചു. നാസർ മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം, ഫാക്കൽറ്റി അംഗം സുബൈർ ഹാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഹജ്ജ് കമ്മിറ്റി തലശ്ശേരി മണ്ഡലം ട്രെയിനർ മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ സ്വാഗതവും റഫീഖ് ചീരായി നന്ദിയും പറഞ്ഞു. ഹജ്ജ് ട്രെയിനർമാരായ ഹാരിസ്, അബ്ദുൽ ഖാദർ ഹാജി, KP അബ്ദുള്ള, KV അബ്ദുൽ ഗഫൂർ, സഫീർ ചെമ്പിലോട്, അനസ് AA, സൗദ EK, മുജൈവ KA, PA അബീദ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മൾ ഒന്നിലധികം വട്ടം ദിവസം 5 നേരം ചെയ്യേണ്ടത്, കൊല്ലത്തിൽ 1 മാസം മുഴുവനായി ചെയ്യേണ്ടത്, കൊല്ലത്തിൽ 1 വട്ടം എന്ന രീതിയിൽ പെർ ഇയർ 1 വട്ടം ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണെങ്കിലോ ഇസ്ലാം കാര്യത്തിൽ ഇനി അവശേഷിക്കുന്നതിൽ മറ്റ് 2 കാര്യങ്ങളാണ്. ഒന്ന് ഷഹാദത്ത് കലിമ. അത് മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്ന മക്കളാണെങ്കിൽ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലേണ്ട ആവശ്യമേ ഇല്ല. മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്നവർ അവർ ബൈ ബർത്ത് മുസ്ലിമാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ടിലൊക്കെ സിറ്റിസൺസ് ബൈ ബർത്ത് എന്ന ഒരു പ്രത്യേക വകുപ്പുണ്ട്. അവർ ഇന്ത്യ രാജ്യത്തിൽ ജനിച്ചവരായി എന്ന കാരണത്താൽ തന്നെ ഇന്ത്യക്കാരായി മാറുന്നത്. സമഗ്ര ന്യൂസ് തലശ്ശേരി.